നമ്മൾ ഇന്ന് കൺജൻറ്റീവ്സ് വൈ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കൺജൻറ്റീവ്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു എക്സ്പ്രസ് ആൻ അൺറിയൽ സിറ്റുവേഷൻ. അത് ഏതൊക്കെയാണ്? വിഷസ്, പൊളൈറ്റ്, ഡ്രീംസ്, അതൊക്കെയാണ്. ഒന്നെങ്കിൽ നമുക്ക് അൺറിയൽ സിറ്റുവേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയാം. നമ്മൾ അതിന് മെയിനായിട്ടും യൂസ് ചെയ്യുന്ന കണക്ടോറിനാണ് വെൻ. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് സ്ട്രക്ചർ നോക്കിയാലോ. വെൻ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് കൺജൻറ്റീവ്സ് വൈ. അത് കഴിഞ്ഞൊരു കോമ ഇട്ടിട്ട് വുറുടെ റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ് പ്ലസ് ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇങ്ങനെയാണ് അത് വരുന്നത്. ഇതിന് എക്സാമ്പിൾ വരുന്നത് വെനിഷ് റൈസ് വേരെ വുറുടെ ഇഷ് ഐൻ ഹൗസ് കൗഫൻ. ഇവിടെ രണ്ട് തരത്തിലുള്ള വെർബാണുള്ളത്. റീഗൽ മേസിബെ വെർബനുണ്ട്, ഉൺറീഗൽ മേസികെ വെർബനുണ്ട്. അത് രണ്ടുമാണ് വരുന്നത്. അപ്പോൾ കൺജൻറ്റീവ്സ് വൈയിൽ ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. രണ്ടാമത്തെ നമ്മൾ വരുന്നത് പൊളൈറ്റ്നസ് ആണ്. പൊളൈറ്റ്നസ് ഏത് കണക്ടോറനിലൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ക്വനൻ, വൊളൻ, ഡൂർഫൻ, മ്യൂഗൻ, സൊള്ളൻ, ഇതിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പൊളൈറ്റായിട്ട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സെൻറ്റൻസിൽ. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? ക്യോണ്ടസ് തു മിയർ ബിറ്റെ ഹെൽഫൻ. ഇനി അടുത്ത ഒരു കാര്യം വരുന്നത്, റൂള് വരുന്നത് മൂന്നാമത്തെ വിഷസ് ആൻഡ് റിഗ്രറ്റ്സ് ആണ്. അതിനകത്ത് നമ്മൾ മെയിനായിട്ടും സെൻറ്റൻസിൽ ആഡ് ചെയ്യുന്ന രണ്ട് വാക്കുകളാണ് ഇഷ് വുൻസ്റ്റേ, ഐ വിഷ്, വെൻ ഡോഹ്, ഈഫ് ഓൺലി. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നോക്കിയാലോ. ഐ വിഷ് ഐ ഹാഡ് മോർ ഫ്ലവേഴ്സ്. ഇഷ് വ്യുൻസ്റ്റേ ഇഷ് ഹാറ്റെ മേയർ ബ്ലൂമൻ. ഇനി ഈഫ് ഓൺലി വരുവാണെങ്കിൽ ഈഫ് ഓൺലി ഐ ഹാഡ് മോർ ടൈം. വെൻ ഇഷ് ഡോഗ് മേയർ സൈറ്റ് ഹാറ്റെ. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.